പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. തമ്പുരാന്റെ അളവറ്റ കൃപയാൽ 2024 5-ാം മാസത്തിന്റെ ആദ്യത്തെ ചൊവ്വാഴ്ച നമുക്കൊന്നിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ കൃപയ്ക്കായി നന്ദി പറയാം. മെയ് മാസം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി അതാത് സ്ഥാനങ്ങളിൽ അതിശയകരമായി അത്ഭുതകരമായി നമ്മെ ഏവരെയും പോറ്റി പുലർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ രാത്രിയുടെ ശാന്തതയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2024 4 മാസക്കാലം ഞങ്ങളെ അതാദിനങ്ങളിൽ പോറ്റി പരിപാലിച്ചു. 5-ാം മാസത്തിന്റെ ആദ്യത്തെ ചൊവ്വാഴ്ച ഈ ഓൺലൈൻ പ്രാർത്ഥനയും ദൈവവചന പഠനവുമായി കൂടി വരുവാൻ കർത്താവിടുന്ന് ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. അപ്പ നെറ്റ്വർക്കിനെയും ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളെയും അപ്പനോടൊന്ന് നിയന്ത്രിക്കണമേ. ഇന്ന് രാത്രിയിൽ പങ്കുചേരുകയും വരും ദിവസങ്ങളിൽ യൂട്യൂബിൽ കൂടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഏവർക്കും ഒരു അനുഗ്രഹമായി തീരണം. തുടർന്നും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കട്ടെ. ദൈവകൃപയാൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. നമ്മള് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾ പതിവ് പോലെ തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിന് ആധാരമായി 20-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ. 20-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഏകദേശം 9 വാക്യങ്ങൾ അടങ്ങിയ 20-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇവിടെ ദാവീദ് ആരംഭിക്കുന്നത് തന്നെ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ കഷ്ടതയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും പ്രതികൂലത്തിന്റെയും അതിന്റെ കാര്യകാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, നമ്മെ കരുതും എന്ന് കരുതിയ, എന്ത് പ്രതികൂലത്തിലും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പലപ്പോഴും ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞ നമ്മുടെ കൂട്ടായ്മ സഹോദരങ്ങൾ, കൂട്ടു സഹോദരങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, എന്തിന് നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന കൂടപ്പിറപ്പുകൾ, പ്രിയപ്പെട്ടവർ ഒക്കെ കൈവിട്ടിട്ടുണ്ട്, കൈവിട്ടു പോയിട്ടുണ്ട്. പലരും ഇപ്പോഴും ബന്ധങ്ങൾ പുലർത്താതെ നിൽക്കുന്നുമുണ്ട്. ഇത് മനുഷ്യ സഹജമാണ്. ഇത് എന്റെയും നിങ്ങളുടെയും കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവമാണ്. നമുക്കൊരു വീഴ്ചയോ താഴ്ചയോ പോരായ്മയോ സങ്കടമോ വിഷമതകളോ അതിന്റെ പിന്നാമ്പുറം എന്തു തന്നെയാണെങ്കിലും ഈ സന്ദർഭങ്ങളിലാണ് ആത്മാർത്ഥത എന്തേ എന്നും എത്രത്തോളം ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നു എന്നും തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ. എന്നാൽ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്, നിന്റെ ജീവിതത്തിന്റെ കഷ്ടകാലത്തിൽ നിന്നോട് കൂടെയുള്ളവരൊക്കെ വിട്ട് ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം
നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ, നിന്റെ വേദനയിലും നിരാശയിലും സങ്കടത്തിലും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, സ്വീകരിക്കുന്ന, അതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന, അതിന്റെ ഗൗരവം അറിഞ്ഞ് നിന്നെ സഹായിക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ വിഷയം എന്താണ്? നിങ്ങളുടെ ഭാരം എന്താണ്? നിങ്ങളുടെ വേദന എന്താണ്? താഴോട്ടുള്ള ഓരോ വാക്യങ്ങളും നമ്മൾ വായിച്ച 4 വാക്യം ഉൾപ്പെടെ എല്ലാ വാക്യങ്ങളും വളരെ പ്രാധാന്യമുള്ള വാക്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണം, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ അടുക്കലാണ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. ആ കർത്താവിനോടാണ് നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും വിഷമങ്ങളും ഇറക്കി വെക്കുവാനായി അടുത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഏത് സമയത്താണ്, സന്ദർഭത്തിലാണ്, ഇപ്പോൾ ഓൺലൈനായും പിന്നീട് യൂട്യൂബിലായും നിങ്ങൾ കേൾക്കുകയാണോ എന്ന് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ എപ്പോൾ ഈ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നുവോ, ഈ ആഹ്വാനം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നുവോ, നിങ്ങൾ നിങ്ങളുടെ വിഷമതകൾ, ഭാരങ്ങൾ ഒന്നൊന്നായി ഓർത്താട്ടെ. നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പലരും വിട്ട് ഓടിപ്പോയപ്പോഴും നിങ്ങളെ തള്ളിക്കളയാതെ കരത്തിൽ വഹിച്ച ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. കർത്താവിനോട് തന്നെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസ് പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുമാറുകയില്ലെന്ന്. ആ പത്രോസ് ഒറ്റ രാത്രി തന്നെ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതെ, നമ്മളും പല സന്ദർഭങ്ങളിലും പലരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നമ്മെയും പലരും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേദനയിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് പ്രധാനമായും ഒരു ആവശ്യം വന്നപ്പോൾ സഹായിക്കും എന്ന് കരുതിയ പലരും നമ്മളെ അറിയുന്നില്ല എന്ന വിധത്തിൽ തിരിഞ്ഞു നടന്നിട്ടുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അതെ, നീ എവിടെയാണ് തകർന്നത്? നീ എവിടെയാണ് മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു പരിഹാസമായത്? നിന്നെ എവിടെയാണ് ശത്രു തകർത്തത്? നീ ഏത് മണ്ഡലത്തിലാണ് തകർന്നു വീണത്? അവിടെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ഉയർത്തുന്നത് മനുഷ്യനൊന്നുമല്ല, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അതെ, ചില പ്രത്യേക പ്രതിസന്ധികളിൽ കൂടെ പോയി മനോവിഷമത്തോടുകൂടി ഇനി ഞാൻ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വരികയില്ല, എന്റെ ജീവിതം ഇതോടുകൂടി തകർന്നു, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കുടുംബം, എന്റെ ഭാവി എല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന് സ്വയം വിധി എഴുതി തന്നിലേക്ക് ഉൾവലിഞ്ഞ് മനോവിഷമത്തിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതാണ് 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഈ കർത്താവിനോട് പറ്റിച്ചേർന്ന് കൂടെ നിന്നാൽ നമ്മെ ഉയർത്തുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ എല്ലാ അർത്ഥത്തിലും പരിപാലിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ലായോ? നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ, ഈ 20-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തെ
ഈ വാക്യത്തിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 5-6 മാസത്തോളമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ റിസൾട്ട് വന്നു തുടങ്ങി. ഇന്നലെ ICSE മുതൽ ഇനി മുൻപോട്ട് നാളെ കേരളയുടെ, അങ്ങനെ ഈ മാസം 10th 12th പല പ്രൊഫഷണൽ കോഴ്സസിന്റെ ഒക്കെ റിസൾട്ടുകൾ വരികയാണ്. പല കുഞ്ഞുങ്ങൾക്കും അതിലേറെ പേരൻസിനും ഉള്ളിൽ ആശങ്കയുണ്ട്. എന്താണ് റിസൾട്ട് വരുന്നത്? ഇന്ന് രാത്രി എനിക്ക് ആ പ്രിയ പേരൻസിനോടും പ്രത്യേകിച്ച് എന്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളോടും പറയുവാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ച് പ്രാർത്ഥനയോടെ പരീക്ഷ എഴുതിയതിന്റെ ഫലം ശത്രു തടഞ്ഞു വെക്കാതെ തമ്പുരാൻ നിങ്ങൾക്ക് മടക്കി തരും. ആ ദൈവം വിശ്വസ്തനാണ്. അതെ, ആ ദൈവത്തിന്റെ നാമം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് നൽകും. മുൻപോട്ട് പഠനമോ മറ്റ് ഏത് മേഖലകളിലാ പോകേണ്ടത്, തമ്പുരാൻ വഴികളെ തുറക്കും. അതെ, ഇന്ന് നമ്മുടെ ജീവജലം ശ്രവിച്ചവർക്കറിയാം, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൂതന്മാർക്കും മീതെയുള്ള സകലത്തിന്മേലും അധികാരമുള്ള യേശു എല്ലാറ്റിനെയും ഭരിക്കുന്ന, അതെ, സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്ന് ദൂതന്മാരെ പോലും കൺട്രോൾ ചെയ്യുന്ന, അതെ, യേശുവിന്റെ അവസാന സമയത്ത് പുനരുദ്ധാന ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പായി തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാന വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അവസാന വാക്യങ്ങൾ. അതെ, സകലത്തിന്മേലും അധികാരമുള്ള ഈ യേശു ഇന്ന് ഈ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങളെ അറിയട്ടെ, വിഷമതകളെ അറിയട്ടെ, അതിന്റെ പിന്നിലെ ആകുലത, കാര്യകാരണം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ കഷ്ടകാലത്തിൽ ഉത്തരമരുളുന്ന ഒരു ദൈവം. യാക്കോബിൻ ദൈവത്തിന്റെ നാമം എന്നെയും നിങ്ങളെയും ഉയർത്തുന്ന നാമമാണ്. സകല നാമത്തിനും മേലായ നാമം. അതെ, ഈ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവേ എന്ന് ഒന്നിച്ച് ഏറ്റുപറയുന്ന ഈ അത്ഭുതമേറിയ നാമം, ഈ വിടുതലേറിയ നാമം, സൗഖ്യമേറിയ നാമം, മോചനമേറിയ നാമം, അനുഗ്രഹിക്കപ്പെട്ട നാമം ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളുടെ മേലും സഹോദരങ്ങളുടെ മേലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഒരു വലിയ വിടുതലായി പറന്നിറങ്ങട്ടെ. ആകാശം കീറി, ആകാശം ചായ്ച്ച് നിങ്ങളുടെ വിഷയത്തിന്മേൽ തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിക്കട്ടെ. അതത് സമയത്ത് ദൂതനിറങ്ങി ബെഥേസ്ത കുളക്കരയിൽ ഇതാ വിടുതല് കൊടുക്കുവാനായി എത്തുന്നുവെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേലും തമ്പുരാൻ തന്റെ ദൂതനെ അയക്കട്ടെ, വിടുതൽ അയക്കട്ടെ. ഈ മെയ് മാസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒരു വിടുതലിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും മാസമാവട്ടെ, അനുഗ്രഹത്തിന്റെ മാസമാവട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 4 മാസങ്ങളിൽ നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ അതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ചു, ചിലവിട്ടു, ബന്ധപ്പെട്ടു. നടന്നിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനങ്ങൾ, ഇന്ന് നമുക്ക് ലഭ്യമായ ഈ സന്ദേശം, ഇവ ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എനിക്ക് ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതം നൽകിത്തരും, വിടുതലയക്കും. എനിക്ക് കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് അവസരം തരും. ശത്രു ഒരിക്കലും പ്രബലനാകുകയില്ല. കാരണം യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം ഹല്ലേലൂയ എന്നെ ഉയർത്തുന്ന നാമമാണ്, എന്നെ മാനിക്കുന്ന നാമമാണ്. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കുടുംബത്തെ, എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ, എന്റെ ജോലിയെ, എന്റെ ആരോഗ്യത്തെ, എന്നോട് ഈ നാളുകളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്ത്
കർത്താവ് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കൂട്ടുവിശ്വാസികൾക്കും നിശ്ചയമായും വിടുതൽ നൽകും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന് സന്നിധിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. പല രാജ്യങ്ങളിലായി, പല ഭവനങ്ങളിൽ നിന്നായി ഇന്ന് രാത്രിയിൽ ഓൺലൈനായി ഈ പ്രാർത്ഥനയിൽ വചനപഠനത്തിൽ സംബന്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വരും ദിവസങ്ങളിൽ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ കഷ്ടകാലത്തിന്റെ പ്രശ്നം എന്താണ്? എവിടെയാണ് നാം തകർന്നിരിക്കുന്നത്? എവിടെയാണ് നാം ഉയർത്തപ്പെടേണ്ടത്? ഏത് വിഷയമാണ് കർത്താവ് കേൾക്കേണ്ടതും ഉത്തരം നൽകേണ്ടതും? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു പുതിയ മാസം നൽകിയതിന് സ്തോത്രം ചെയ്യാം. അനേകം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും അനർത്ഥങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും മരണങ്ങളും പതിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒന്നിനും ഒരു ഉറപ്പുമില്ല. അത്രമാത്രം കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ ആശങ്കപ്പെടേണ്ടതില്ല. പ്രകൃതി വിളിച്ചു പറയുന്നു, ജീവജാലങ്ങൾ വിളിച്ചു പറയുന്നു, ഭൂമി, മണ്ണ്, വെള്ളം, വായു സകലതും വിളിച്ചു പറയുന്നു, കർത്താവിന്റെ വരവ് അതിസമീപമാണ്. അങ്ങനെയെങ്കിൽ ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. നമ്മളുടെ പ്രതികൂലങ്ങളെയും ഭാരങ്ങളെയും വലുതായി കാണണ്ട. അതിലും വലിയൊരു കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതെ, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മഗ്ദലക്കാരത്തിയും മറ്റേ മറിയും പ്രിയപ്പെട്ടവരും കല്ലറയ്ക്കലെ കല്ല് ആർ നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും എന്നുള്ള വ്യാകുലതയോടെ ഓടിയെത്തിയപ്പോൾ കല്ല് മാറ്റി അതിന്മേൽ ദൂതൻ ഇരിക്കുന്നു. ഇന്ന് പ്രിയ മക്കളെ, നിങ്ങളുടെ വിഷയം എന്താണ്? ഈ കല്ല് ആര് എനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? ഞാൻ ഇന്ന് കടന്നു പോകുന്ന വിഷമങ്ങൾ എനിക്ക് മാത്രം അറിയാം. ഞാൻ എന്റെ ദൈവത്തോട് ഇത് ഇപ്പോൾ പങ്കുവെക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഭാരങ്ങളിൽ താങ്ങിയ ഒരു ദൈവം, നമ്മുടെ കുടുംബ വിഷയങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ, ആരോഗ്യ വിഷയങ്ങളിൽ, ജോലി വിഷയങ്ങളിൽ നമ്മെ കരുതിയ ഒരു ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ സമയം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും നിങ്ങളുടെ വിഷമതകൾ ഇറക്കി വെക്കുക. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ധന്യമായ കുടുംബജീവിതം, സാമ്പത്തിക ഭദ്രത, ജോലിയുടെ സെക്യൂരിറ്റി, ആരോഗ്യ കാര്യങ്ങൾ, മാനസിക വിഷയങ്ങൾ, നിങ്ങളെ അലട്ടുന്ന ശാരീരിക ആരോഗ്യ പ്രയാസങ്ങൾ, നിങ്ങളുടെ വാർദ്ധക്യ സഹജത്തിൽ എത്തിയിരിക്കുന്ന പേരൻസ്, നിങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ദൈവം നിങ്ങൾക്ക് ദാനം നൽകിയിരിക്കുന്ന ആൺമക്കൾ, പെൺമക്കൾ, കൂടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ, ഈ മാസത്തിലായി ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എക്സാമിന്റെ റിസൾട്ട് കാത്തു നിൽക്കുന്നവർ, ഒപ്പം വിവിധ പഠനങ്ങൾക്കായി പുതിയ അഡ്മിഷനായി ആഗ്രഹിക്കുന്നവർ, ജോലിക്കായി പലയിടങ്ങളിൽ പോകുവാൻ ഒരുങ്ങുന്നവർ, വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, IELTS, OET, TOEFL ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷ എഴുതുന്നവർ, ഒരുങ്ങുന്നവർ, മാത്രമല്ല ജോലി സംബന്ധമായി വിദൂരങ്ങളിൽ ആയിരിക്കുന്നവർ, പഠിക്കുന്നവർ, വിവാഹപ്രായമെത്തിയ നമ്മുടെ കുഞ്ഞുങ്ങൾ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർ, ചില വർഷങ്ങളായി തലമുറയ്ക്കായി ആഗ്രഹിക്കുന്നവർ, ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാർ, എല്ലാ വിഷയങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കാം. ഒരു ഭവനം ആഗ്രഹിക്കുന്നവർ, ഭവന പണി തുടങ്ങിയിട്ട് മുൻപോട്ട് നീങ്ങാതെ ഭാരപ്പെടുന്നവർ, കടബാധ്യതയാൽ തകർന്നിരിക്കുന്നവർ, ചില നിയമക്കുരുക്കുകളാൽ വ്യാകുലപ്പെടുന്നവർ,
പലവിധ രോഗത്താൽ വേദനയിലായിരിക്കുന്നവർ, ആശുപത്രി കിടക്കയിലുള്ളവർ, ഭവനത്തിലായിരിക്കുന്നവർ, ഓപ്പറേഷന് വിധേയരായവർ, ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്നവർ, ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിന്റെ ബുദ്ധിമുട്ടുകളാൽ വ്യാകുലപ്പെടുന്നവർ, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നുവരെയും രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്ത പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതലമുറകളെ ഓർക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർക്കാം. ഇന്ന് 3ാം ഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പും പൂർത്തിയായി. അവസാന ഘട്ടത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതേ വചനം പറയുന്നു, സുസ്ഥിരമായ ഒരു ഭരണം വരും. അതുവരെ കളിമണ്ണും കല്ലുമായിട്ടുള്ള ഒരു പോക്ക, ഇരുമ്പും കളിമണ്ണുമായിട്ടുള്ള ഒരു യാത്രയാണ്. ആടിയുലയുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദൈവമക്കളെ, ദൈവവേലക്കാരെ, സഭകളെ നമുക്ക് ഓർക്കാം. ആഗോള ക്രൈസ്തവ സഭ, സുവിശേഷ വേലക്കാർ, ദൈവദാസി ദാസന്മാർ, പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉഷ്ണതരംഗം, ഉഷ്ണതാപം, കള്ളക്കടൽ, അതിഭീകരമായ ചൂടിന്റെ ആധിക്യം, ജനജീവിതം സ്തംഭിക്കുന്നു, വെള്ളമില്ലാതെ വറ്റി വരളുന്നു, കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ക്ഷീണത്തിലാവുന്നു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവേ, ഇടപെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യാം. പല മേഖലകളിൽ കഴിഞ്ഞ 33 വർഷത്തിലധികമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഇതിനെ ചുമൽ കൊടുക്കുന്ന, അധ്വാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കഷ്ടപ്പെടുന്ന, ചിലവിടുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കാം. കുഞ്ഞുങ്ങളുടെ ഇടയിൽ, മുതിർന്നവരുടെ ഇടയിൽ, ആശുപത്രികളിൽ വേദനയിലായിരിക്കുന്നവരുടെ ഇടയിൽ, കൺവെൻഷൻ യോഗങ്ങൾ, ജയിലറകൾ, കുടുംബജീവിത തകർച്ചയിൽ, കൂട്ടായ്മകളിൽ, സഭകളിൽ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. വചന പഠനത്തിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് അന്നന്നത്തേക്കുള്ള ജീവജല വാഗ്ദത്ത വചനത്തിനായി സ്തുതിക്കാം. ദൈവഹിതമെങ്കിൽ നാളെ കഴിഞ്ഞ് 1500 എപ്പിസോഡ് നാം പൂർത്തീകരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ നാം ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു. അതിന് പിന്നിൽ അധ്വാനിച്ച, കഷ്ടപ്പെടുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കാം. അനേക ലക്ഷങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷത്തോളമായി ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് തുടർന്ന് നാം ദൈവവചനം പഠിക്കുവാനായിട്ട് തുടങ്ങുന്നു. പൗലോസിന്റെ സുവിശേഷ യാത്ര, അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു. അതെ, സുവിശേഷത്തിന്റെ വാതിലുകൾ പലയിടങ്ങളിൽ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ പലയിടങ്ങളിൽ തുറക്കപ്പെടുന്നു. അനേക കല്ലുപോലുള്ള ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവ് മെഴുകുപോലെ ഉരുക്കി അവരുടെ ഹൃദയങ്ങളിൽ വചനം സ്ഥിതി ചെയ്യുവാൻ ഇടയാക്കുന്നു. മുൻപോട്ടും നമ്മുടെ ഈ പഠനങ്ങളും പ്രാർത്ഥനകളും അതിന് ശക്തി പകരുവാൻ ഇടയാകണമേ എന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ ഈ സമയത്ത് ഇന്ന് കേട്ട 20ാം സങ്കീർത്തനത്തിന്റെ 1ാം വാക്യം, 4 വാക്യങ്ങൾ വായിച്ചെങ്കിലും 1ാം വാക്യത്തിൽ നിന്ന് കേട്ടതുപോലെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വ്യാകുലപ്പെട്ട് സങ്കടപ്പെട്ട് അതിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, ദയവായി നിങ്ങൾ 20ാം സങ്കീർത്തനം 1ാം വാക്യം ഹൃദയത്തിൽ ഉരുവിട്ടിട്ട് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറയുക, യഹോവ എന്റെ കഷ്ടത്തിൽ ഉത്തരം അരുളും. അതെ, ആ വാക്യം നമ്മുടേതാക്കി, എന്റേതാക്കി
ഞാനൊന്ന് മാറ്റിപ്പറയുകയാണ്, ഒരു പ്രാർത്ഥനാവാചകമായിട്ട്, അല്ലാതെ വചനത്തെ വളച്ചൊടിക്കുകയല്ല. എന്റെ ഒരു പ്രാർത്ഥനാ വാചകമായി പറയുക, എന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ ഈ കഷ്ടകാലത്തിന് നിശ്ചയമായും ഉത്തരമരുളും. ഞാൻ തകർന്നിരിക്കുന്ന എന്റെ അവസ്ഥയിൽ നിന്നും യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം എന്നെ തീർച്ചയായും ഉയർത്തും. നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് കൈക്കൊണ്ടതിനായി സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഉത്തരമരുളുകയും ദാവീദിനെ ഉയർത്തുകയും ചെയ്തത് ഞങ്ങൾ വചനത്തിൽ പഠിക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് ദാവീദ് പറഞ്ഞത് ഞങ്ങളും ഇതാ ഇന്ന് രാത്രി ഒന്നിച്ചേറ്റു പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്, ഉത്തരമരുളിക്കാട്ട്, ഞങ്ങളെ ഉയർത്തിക്കാട്ട്, വചന പഠനത്തിനായിട്ട് ഞങ്ങളെ ഒരുക്കിക്കാട്ട്. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. പല രാജ്യങ്ങളിൽ നിന്നായി, ഭവനങ്ങളിൽ നിന്നായി ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന പഠനത്തിലും പ്രാർത്ഥനയിലും സംബന്ധിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. 2024 5-ാം മാസം, മെയ് മാസം, നമുക്കേവർക്കും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും മാസമാക്കി ജയോത്സവമായി നടത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദൈവവചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലായ ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ധാരാളം വിവിധ സന്ദർഭങ്ങളിലുള്ള ദൈവവചനങ്ങൾ, ക്ലാസുകൾ, പഠനങ്ങൾ നമുക്ക് ലഭ്യമാണ്. നിങ്ങളിത് കേൾക്കുകയും വചനവുമായി തുലനം ചെയ്ത് ആത്മാവിൽ വളരുകയും ചെയ്യണം. ഓരോ ദിവസത്തേക്കുള്ള ഷോർട്ട് മെസ്സേജായ ജീവജല വാഗ്ദത്ത വചനം ലഭ്യമാണ്. ദൈവഹിതമെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ 1500 എപ്പിസോഡ് കൃപയാൽ പൂർത്തീകരിക്കുന്നു. നിങ്ങൾ സ്തോത്രത്തോടെ അതാത് ദിവസത്തേക്കുള്ള സന്ദേശം കേട്ട് ധൈര്യപ്പെട്ട് കൃപയോടെ ജീവിപ്പാൻ ഇടയാക്കട്ടെ. വചന പഠനത്തിനായി ഒരുങ്ങാം. നമ്മൾ 24 ജനുവരി മുതൽ പഠിച്ചു വരുന്നത് പൗലോസിന്റെ സുവിശേഷ യാത്ര. നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ പൗലോസിന്റെ പ്രധാനപ്പെട്ട 3 മിഷണറി യാത്രയെക്കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. അത് മാത്രമല്ല, പല യാത്രകൾ പൗലോസ് ചെയ്തു. പൗലോസിനെ കുറിച്ചും ആ കാലത്തുണ്ടായിരുന്ന ചിത്രം, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളും മറ്റ് ലേഖനങ്ങളിൽ കൂടെയും നമുക്ക് ലഭ്യമാകുന്നതാണ് നാം പഠിച്ചു വരുന്നത്. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച് അവസാനിപ്പിച്ചത് 14ാമത്തെ പോയിന്റായി പൗലോസിന്റെ 3ാമത്തെയും അവസാനത്തേതുമായ മിഷണറി യാത്രയെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ഒന്നാമതായി എഫേസോസ്, രണ്ടാമതായി മക്കദോന്യ, മൂന്നാമതായി യവന ദേശം, ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ കൂടി, വിവിധ സംഭവങ്ങളിൽ കൂടി പൗലോസ് തന്റെ 3ാം മിഷണറി യാത്ര പൂർത്തീകരിച്ചതായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ഇടയായി. നാം ഇന്ന് തുടർ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. 15ാമതായി പൗലോസിന്റെ 5ാമത്തെ യെരുശലേം സന്ദർശനം. ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസിന്റെ 3 മിഷണറി യാത്രകൾ മാത്രമല്ല, പൗലോസിന്റെ യെരുശലേം യാത്രകളും സുവിശേഷത്തിന് വളരെ പ്രസക്തമായിട്ടുള്ളത് ആയിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ കഴിഞ്ഞ 4 യാത്രകളിൽ പഠിച്ചപ്പോൾ നാം കാണുകയും ആവർത്തിച്ച് പറയുകയും ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പൗലോസിന്റെ 5ാമത്തെ യെരുശലേം സന്ദർശനം. ലൂക്കോസും കൂട്ടുകാരും കപ്പലിൽ യാത്ര ചെയ്ത് അസോസിൽ എത്തിയപ്പോൾ പൗലോസ് ത്രോവാസിൽ നിന്നും കാൽനടയായി ഏകദേശം 20 മൈൽ അകലെയുള്ള
അസ്സോസിൽ എത്തി അവരോട് ചേരുവാൻ ഇടയായി. തന്റെ മൂന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് യെരുശലേം യാത്രയ്ക്കായി ലൂക്കോസിനോടും കൂട്ടരോടും കൂടെ അങ്ങനെ അസ്സോസിൽ പൗലോസ് എത്തിച്ചേർന്നു. അവിടെ നിന്ന് കപ്പലിൽ മിഥുലേനയിൽ അവർ എത്തി. അവിടെ ഒരു ചെറിയ സന്ദർശനവും ശുശ്രൂഷയും കഴിഞ്ഞ് വിയോസ് ദ്വീപിന്റെ സമീപത്തോടുകൂടി സാമോസ് ദ്വീപിൽ അവർ എത്തുകയുണ്ടായി. ഓർക്കണം, ഈ യാത്രകളൊക്കെ അവർ ഒരു പ്ലഷർ ട്രിപ്പായിട്ടല്ല കടന്നുപോയത്. പറ്റുന്ന ഇടങ്ങളിൽ കർത്താവിനെ അവർ പങ്കുവച്ച് യാത്ര തുടർന്നു. എല്ലാ ഭാഗങ്ങളും കൃത്യമായി വേദപുസ്തകത്തിൽ നമുക്ക് പരിപൂർണമായി കാണാൻ കഴിയുന്നില്ല എങ്കിലും ചരിത്രങ്ങൾ, ചർച്ച് ഹിസ്റ്ററി, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിന്റെ ക്രൈസ്തവ സഭയുടെ വളർച്ച, ഇവയിൽ വളരെ വ്യക്തമായി ഇത് കാണാവുന്നതാണ്. അങ്ങനെ എഫെസോസിൽ നിന്നുള്ള പ്രതിനിധികളെ മിലേത്തോസിൽ വരുത്തി അവരോട് യാത്ര പറയുവാനായി പൗലോസും കൂട്ടരും സമയം ചിലവഴിച്ചു. ഈ ഭാഗങ്ങളൊക്കെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. പൗലോസിന്റെ യാത്രാമൊഴി പ്രസംഗം വളരെ ഹൃദയസ്പൃക്കായിരുന്നു. അന്ന് ആ യാത്രാമൊഴി പ്രസംഗത്തിൽ യാത്രാമംഗളങ്ങൾ നേരുവാൻ വന്നവർ വളരെ ഹൃദയവേദനയോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ഈ പ്രസംഗം കേൾക്കുകയുണ്ടായി. പൗലോസ് അവരുടെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ ഈ പറയുന്ന അപ്പോസ്തല പ്രവൃത്തികളിലാണ് 20-ാം അധ്യായം 36-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ പൗലോസ് മുഴങ്കാലുമടക്കി യാത്രാമൊഴി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവരെ ചുംബിക്കുവാൻ ഇടയായി. അങ്ങനെ കപ്പലിൽ കയറ്റി യെരുശലേമിലേക്ക് യാത്രയച്ചു. പൗലോസ് സോരിൽ വന്ന് ഇറങ്ങിയതായി 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കും. അങ്ങനെ പൗലോസ് യെരുശലേമിലേക്കുള്ള യാത്രയാണ്. എന്നാൽ പൗലോസ് യെരുശലേമിൽ പോകരുതെന്ന് കൂട്ടുവിശ്വാസികൾ വിലക്കി. കാരണം പൗലോസിന് നമ്മൾ കഴിഞ്ഞ പൗലോസിന്റെ യാത്രകൾ, അത് യെരുശലേം യാത്രകളും മിഷണറി യാത്രകളും നമ്മൾ പഠിക്കുകയുണ്ടായി. വധഭീഷണികൾ, പ്രശ്നങ്ങൾ പൗലോസ് നേരിടുന്നു. അതുകൊണ്ട് കൂട്ടുവിശ്വാസികൾ വിലക്കി. അതുകൊണ്ട് തന്നെയാണ് തന്റെ യാത്രാമൊഴി പ്രസംഗം അവരെ വല്ലാണ്ട് സ്പർശിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ വിലക്കിയപ്പോൾ പൗലോസ് അത് വകവെക്കാതെ കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ പിരിഞ്ഞ് തന്റെ യാത്ര തുടരുകയാണ്. 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇത് കാണാം. പിന്നീട് കൈസരിയിൽ എത്തി സുവിശേഷകനായ ഫിലിപ്പോസിന്റെ അതിഥിയായി താനും തന്നോടുകൂടെ ഉള്ളവരും അല്പനാൾ പാർക്കുകയുണ്ടായി. അവിടെ വെച്ചാണ് അഗബോസ് എന്ന പ്രവാചകൻ യെരുശലേമിൽ പൗലോസ് എത്തിയാൽ നേരിടാൻ സാധ്യതയുള്ള ചില പീഡനങ്ങളെ കുറിച്ച് ആത്മാവിൽ മുന്നറിയിപ്പ് നൽകി. അത് 21-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണാവുന്നതാണ്. എന്നാൽ അഗബോസിന്റെ പ്രവചനത്തെ നിരാകരിച്ചതല്ല, തനിക്ക് വരുന്ന പീഡനം എന്തു തന്നെയാണെങ്കിലും അത് കർത്താവിന് വേണ്ടി സഹിക്കുവാൻ സദാ സന്നദ്ധനായ പൗലോസ് ആ സൂചന അവഗണിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് യാത്രയാകുവാൻ പുറപ്പെടുകയും താൻ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു,
യെരുശലേമിൽ വെച്ച് മരിക്കുവാൻ കൂടെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അവിടെ പോയി അധ്യക്ഷന്മാരെ കാണുകയും സുവിശേഷം പറയുകയും ചെയ്യുക മാത്രമല്ല, യെരുശലേമിൽ മരിക്കേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാണ് എന്ന് പറയുവാൻ ഇടയായി. ദൈവമക്കളെ, ഇത് നമുക്ക് ഒരു വലിയ ചലഞ്ചായിരിക്കണം. ഇന്ന് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ മണ്ണിന്റെ പശ്ചാത്തലം. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. അതെ, ആദിമ നൂറ്റാണ്ടിൽ കർത്താവും കർത്താവിന്റെ ശിഷ്യന്മാരും തുടർന്നു വന്ന ദൈവദാസന്മാരും, അതെ, സ്തേഫാനോസ് ഉൾപ്പെടെയുള്ള ഭക്തന്മാർ നൽകിയ മാതൃകയുണ്ടല്ലോ. ഞാൻ എന്തിനും തയ്യാറാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറഞ്ഞത് ഭംഗിവാക്കല്ല. ഞാൻ യെരുശലേമിൽ സുവിശേഷം പറയുവാൻ മാത്രമല്ല, മരിക്കാനും കൂടെ തയ്യാറാണ് എന്നുള്ള നിലയിൽ നമ്മിൽ എത്ര പേർക്ക് ദൈവവചനം നെഞ്ചത്തു വെച്ച് ഒരു യഥാർത്ഥ ക്രിസ്ത്യനായി നിലകൊള്ളുവാൻ കഴിയും? പേരുകൊണ്ടും പാരമ്പര്യം കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും അച്ചായൻ പദവി കൊണ്ടും ഒരു ക്രിസ്ത്യാനി ആകുന്നതല്ല ക്രിസ്ത്യാനിറ്റി. അതെ, ക്രിസ്തുവിനു വേണ്ടി പൗലോസിനെ പോലെ മരിക്കാനും കൂടെ തയ്യാറാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുവാൻ ആർക്ക് കഴിയുന്നു, അവരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ എന്ന് വചനം അനുശാസിക്കുന്നത്. അങ്ങനെ യെരുശലേമിൽ എത്തുകയും യേശുവിന്റെ സഹോദരനും യെരുശലേം സഭയുടെ അധ്യക്ഷനുമായ യാക്കോബിന്റെ അടുക്കൽ പൗലോസ് എത്തുകയാണ്. അങ്ങനെ പൗലോസ് യെരുശലേമിൽ എത്തിയപ്പോൾ അധ്യക്ഷനായ യാക്കോബിന്റെ നേതൃത്വത്തിൽ യെരുശലേം സഭ പൗലോസിനോടും കൂടെ എത്തിയ കൂട്ടാളികൾക്കും വളരെ വാം വെൽക്കം നൽകുകയുണ്ടായി. അവരെ ആദരിച്ച് സ്നേഹത്തോടെ സ്വീകരിച്ചു. ഇത് 21:17 നമുക്ക് കാണുവാൻ കഴിയും. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ യെരുശലേമിലെ സഭയുടെ സഹോദരന്മാരുടെ ഉദ്ധാരണത്തിനായി അവർ പിരിച്ചെടുത്ത കാഴ്ചകൾ, സംഭാവനകൾ യെരുശലേമിലെ സഹോദരന്മാർക്ക് വേണ്ടി ഇവിടെ വെച്ച് കൈമാറുകയുണ്ടായി. അത് 24:17 നമുക്ക് വായിക്കാം. അങ്ങനെ യെരുശലേമിലേക്കുള്ള പൗലോസിന്റെ 5ാമത്തെ യാത്രയും സഫലമാകും. 2 പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നും യെരുശലേമിൽ പോകരുത് എന്ന് ശക്തമായ താക്കീതും നിർദ്ദേശങ്ങളും പ്രവചന വെളിപ്പാടുകളും ഉണ്ടായിട്ടും താൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യെരുശലേമിലെത്തി അതുവരെയുള്ള തന്റെ ദൗത്യം പൂർത്തീകരിച്ച് അധ്യക്ഷന്റെ കയ്യിൽ തന്റെ ചുമതലകൾ ഏൽപ്പിക്കുക ഉണ്ടായി. 16ാമത്തെ ചിന്തയിലേക്ക് നാം കടക്കുകയാണ്. 16ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യെരുശലേമിലെ കലഹവും പൗലോസിന്റെ അറസ്റ്റും. യെരുശലേമിലെ കലഹവും പൗലോസിന്റെ അറസ്റ്റും. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാവുന്നതാണ്. അപ്പോൾ പൗലോസിനോട് പോകരുതെന്ന് കൂട്ടുവിശ്വാസികൾ പറഞ്ഞതും പ്രവാചകനായ അഗബോസ് പറഞ്ഞതും വെറുതെയല്ല, അതിനെ നിരാകരിച്ചതുമല്ല. ദൈവത്തിന്റെ ഹിതം നിറവേറുവാൻ പൗലോസ് മരിക്കാനും കൂടെ തയ്യാറായി ഇറങ്ങിത്തിരിച്ചതാണ്. അങ്ങനെ ഇതാ ആസിയയിൽ നിന്ന് വന്ന
പുറജാതിക്കാരനായ ത്രോഫിമോസിനെ യെരുശലേമിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ആരാധനയിൽ സംബന്ധിപ്പിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. ആസിയയിൽ നിന്നും വന്ന, കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ച തന്റെ സുവിശേഷ യാത്രയിൽ കർത്താവിനെ രുചിച്ചറിഞ്ഞ ഒരു പുറജാതിക്കാരനായ ത്രോഫിമോസ് പൗലോസിന്റെ 5ാം യെരുശലേം സന്ദർശനത്തിൽ യെരുശലേമിൽ വെച്ച് കണ്ടുമുട്ടുകയും ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇത് അവിടുത്തെ യഹൂദന്മാർ ഒരു വിവാദ വിഷയമാക്കി മാറ്റി. ഒരു പുറജാതിക്കാരനെ യെരുശലേം ദൈവാലയത്തിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് പൗലോസ് ദൈവാലയം അശുദ്ധമാക്കി. നമുക്ക് മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ പറഞ്ഞാൽ തീണ്ടിച്ചു. ഒരു പുറജാതിക്കാരൻ ജെറുസലേം ദൈവാലയത്തിൽ കയറിയതിനാൽ അശുദ്ധമായി ആലയം തീണ്ടിച്ചു എന്നുള്ള കുറ്റം പൗലോസിന് നേരെ യഹൂദന്മാർ വളരെ ശക്തമായി ഉയർത്തുകയും ജനത്തെ, അന്നത്തെ യഹൂദ മതഭക്തരെ ഇളക്കി പൗലോസിനെ പിടിച്ച് കൊല്ലുവാൻ ഭാവിക്കുകയാണ്. 21-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാണാം. നാം തുടർന്ന് കാണുന്നത് സഹസ്രാധിപനായ ലുസിയാസ് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുവാനായി കോട്ടയിലേക്ക് കൊണ്ടുപോയി. 21-ന്റെ 33-ാം വാക്യം. എന്നാൽ ആ സമയം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് പെരുന്നാൾ ആയതിനാൽ ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും വളരെയേറെ ആളുകൾ യെരുശലേമിൽ കൂടിയിരുന്നു. 40-ലധികം യഹൂദ മത ഭക്ത തീവ്രവാദികൾ ഉപായത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടു. മറ്റൊന്നുമല്ല, ഈ ആളുകൾ ഇത്രമാത്രം തിങ്ങിക്കൂടി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പൗലോസിനെ ഉപായത്താൽ, അതായത് ചതിയിൽ കൂടെ കൊന്നുകളഞ്ഞേക്കാം. ഇത് 21-ന്റെ 13-ൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള ഈ പതിയിരിപ്പ് പൗലോസിന്റെ പെങ്ങളുടെ മകൻ രഹസ്യമായി അറിഞ്ഞ് സഹസ്രാധിപനെ അറിയിച്ചു. പൗലോസിന്റെ പെങ്ങൾ യെരുശലേമിൽ വന്നത്, അങ്ങനെ പൗലോസ് വന്ന് അവിടെ നിന്ന് പഠിച്ചതൊക്കെ നമ്മൾ ആമുഖത്തിൽ പൗലോസിന്റെ പഠനത്തിനെ കുറിച്ചും ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. നിങ്ങൾ റെഫർ ചെയ്യുക. അങ്ങനെ പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഈ വിവരം, ഈ രഹസ്യം അറിഞ്ഞതിനാൽ, കാരണം സഹസ്രാധിപൻ ലുസിയോസ് ആണ് അറസ്റ്റ് ചെയ്ത് കോട്ടയിൽ കൊണ്ടുവന്നത്. അപ്പോൾ പൗലോസിനെ ഉപായത്തിൽ ഈ 40 പേർ കൊന്നു എന്ന് പുറത്തറിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത സഹസ്രാധിപനാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ അത് സഹസ്രാധിപന്റെ ചെവിയിൽ വളരെ രഹസ്യമായി പൗലോസിന്റെ പെങ്ങളുടെ മകൻ അറിയിച്ചു. 21-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടത് 16 യെരുശലേമിലെ കലഹവും പൗലോസിന്റെ അറസ്റ്റും. 17 പൗലോസിന്റെ അത്ഭുതകരമായ വിടുതൽ. ഓർക്കണം, പൗലോസിനെ യഹൂദജനം മറ്റു കാരണങ്ങളില്ലാത്തതിനാൽ, ത്രോഫിമോസിനാൽ യെരുശലേം ദൈവാലയം തീണ്ടിച്ചു എന്ന വലിയ കുറ്റം ചാർത്തി ജനത്തെ ഇളക്കി സഹസ്രാധിപനാൽ അറസ്റ്റ് ചെയ്ത് കോട്ടയിലാക്കി
ആ സമയത്ത് ഉപായത്താൽ കൊല്ലുവാൻ ശ്രമിച്ച് ആ വാർത്ത പൗലോസിന്റെ പെങ്ങളുടെ മകൻ സഹസ്രാധിപനെ അറിയിച്ച ഒരു സന്ദർഭമാണിത്. ഈ സമയത്താണ് ഒരു ദൈവിക വിടുതൽ പൗലോസിന് ലഭിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 23-24 വാക്യങ്ങളിൽ കാണാവുന്നതാണ്. യഹൂദന്മാരുടെ സെനദ്രീൻ സംഘത്തിൽ പൗലോസിനെ വിസ്തരിച്ചപ്പോൾ ഒരു ഭാഗം പരീശന്മാരും ഒരു ഭാഗം സദൂക്യരും ഈ രണ്ട് കൂട്ടരാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം, മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് സെനദ്രീൻ സംഘം വിസ്തരിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പൗലോസ് മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞപ്പോൾ സെനദ്രീൻ സംഘത്തിൽ പരീശന്മാരും സാദൂക്യരുടെയും രണ്ട് കൂട്ടരുടെയും പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ പൗലോസ് മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. തന്റെ പ്രസംഗത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ സെനദ്രീൻ സംഘം രണ്ടായി കക്ഷികളായി മാറി. അതായത് പുനരുദ്ധാനമില്ല എന്ന് സാദൂക്യർ വിശ്വസിച്ചിരുന്നു. എന്നാൽ മരണാനന്തര ജീവിതവും പുനരുദ്ധാനം ഉണ്ടെന്ന് പരീശന്മാർ വിശ്വസിച്ചു. അപ്പോൾ മരണ പുനരുദ്ധാനത്തിൽ വിശ്വാസമുള്ള പരീശന്മാർ പൗലോസിന്റെ പക്ഷം ചേരുവാൻ ന്യായമായും ഇടയായി. ഇങ്ങനെ ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ സെനദ്രീൻ സംഘത്തിൽ പൗലോസിനെ വിസ്തരിക്കുന്നത് പൂർത്തിയാകാതെ നിർത്തിവെക്കേണ്ടതായി വന്നു. നോക്കണമേ, ദൈവം ഒരുക്കുന്ന വഴികൾ. പൗലോസിനെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനായി സെനദ്രീൻ സംഘം വിസ്തരിച്ചപ്പോൾ ആ സെനദ്രീൻ സംഘത്തെ സ്വർഗത്തിലെ ദൈവം ഭിന്നിപ്പിച്ചു. അതെന്ത് കാരണത്താൽ? വിശ്വാസ സംബന്ധമായി പൗലോസിന്റെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ. എന്നാൽ അങ്ങനെ ആ വിസ്താരം എങ്ങും എത്താതെ നിർത്തിവെച്ച ആ രാത്രിയിൽ സ്വർഗത്തിലെ ദർശനം പൗലോസിനുണ്ടായി. കർത്താവ് പൗലോസിനോട് ധൈര്യപ്പെടുത്തുകയും നീ റോമയിൽ പോയി സാക്ഷീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 21:11. അപ്പോൾ ഓർക്കണം, നീ ധൈര്യത്തോടിരിക്കെ, റോമയിൽ പോയി സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞ് പൗലോസിനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇവർ പൗലോസിനെ കൊല്ലുകയില്ല. അത് സെനദ്രീൻ സംഘം തീരുമാനിച്ചാലും അല്ല, 40 പേർ ചതിച്ച് കൊല്ലാൻ ശ്രമിച്ചാലും കൊല്ലത്തില്ല. റോമയിൽ സുവിശേഷം ബാക്കി നിൽക്കുന്നു. ദൈവമക്കളെ, ഞാൻ ഇതിനോട് ചേർന്ന് ഒരു ദൂതൂടെ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ തകർക്കുവാൻ, നമ്മളെ ഉന്മൂലനം ചെയ്യുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ സ്വസ്ഥതയെ, നമ്മുടെ ആത്മീയ വളർച്ചയെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, കുടുംബത്തെ, നമ്മുടെ സമാധാനപരമായ മുൻപോട്ടുള്ള യാത്രയെ പിച്ചി ചീന്തുവാൻ ശത്രു നമ്മൾ അറിയുന്നതും അറിയാത്തതും ചിന്തിക്കാത്തതുമായ പല കെണികൾ ഒരുക്കും. അത് ശത്രുവിന്റെ ലക്ഷ്യമാണ്, അവന്റെ പരിപാടി അതാണ്. എന്നാൽ ദൈവജനമേ, ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച് കർത്താവിൽ ശരണപ്പെടുക. ഇന്ന് നാം സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടതുപോലെ തക്ക സമയത്ത് തമ്പുരാൻ ഉത്തരമരുളും. ആരിൽ കൂടെ എങ്ങനെ പ്രവർത്തിക്കുമെന്നോർത്ത്
ഞാൻ നിങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥനയുടെ സമയം നഷ്ടപ്പെടുത്തരുത്. നാം ദൈവസന്നിധിയിൽ ഉറച്ചു വിശ്വസിക്കുക. ഞാനിത് രാത്രി വളരെ ആത്മാർത്ഥതയോടെ, ആത്മാവിന്റെ വലിയ പ്രേരണയോടെ പറയട്ടെ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഭാരത്തിൽ, വിഷമത്തിൽ, അതെന്ത് കാരണവും അതിന്റെ പിന്നിലുള്ള വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ പരിപൂർണമായി ആശ്രയിച്ച് ശരണപ്പെടുക. ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും. വലിയ വിടുതൽ നിങ്ങൾക്ക് അയക്കും. അതെ, പൗലോസിനെ ആ രാത്രിയിൽ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി, പൗലോസേ, ഈ സന്നദ്ധി സംഘവും 40 ചതിയന്മാരുടെ ഉപായങ്ങളും നിന്നെ ഒന്നും ചെയ്യത്തില്ലടാ കുഞ്ഞെ, നിനക്ക് റോമയിൽ ശുശ്രൂഷ ബാക്കിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ് പ്രിയമുള്ളവരെ? ശത്രുവിന്റെ മുൻപാകെ ശത്രുവിനെ കൊണ്ട് മേശയൊരുക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമ്മളോട് കൂടെയിരിക്കട്ടെ. അങ്ങനെ ആ രാത്രിയിൽ പൗലോസിനെ ആത്മനിറവിൽ ദർശനത്താൽ കർത്താവ് ഉറപ്പിച്ച്, കർത്താവ് പൗലോസിൽ നിന്നും ആഗ്രഹിക്കുന്നത് പൗലോസിനോട് പറയുവാൻ ഇടയായി. നാം നേരത്തെ കേട്ടതുപോലെ യഹൂദന്മാരുടെ ചതിയായ കൂട്ടുകെട്ട് പൗലോസിന്റെ സഹോദരിയുടെ പുത്രൻ വഴി അറിയുവാനിടയായ സഹസ്രാധിപൻ ആ രാത്രിയിൽ തന്നെ പടയാളികളുടെ അകമ്പടിയോടുകൂടി പൗലോസിനെ കൈസരിയയിലേക്ക് അയക്കുകയും ദേശാധിപതിയായ ഫെലിക്സിന്റെ പേർക്ക് ഒരു കത്തും അയക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആരാ? ഞാൻ ഈ പറയപ്പെട്ട ഭാഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാവുന്നതാണ്. ഇതേ സഹസ്രാധിപൻ ചോദ്യം ചെയ്യാനായി ദേശത്ത് കലഹമുണ്ടായപ്പോൾ അറസ്റ്റ് ചെയ്ത് കോട്ടയിലാക്കിയ അതേ സഹസ്രാധിപൻ പടയാളികളോട് കൂടെ ആ രാത്രിയിൽ തന്നെ കൈസരിയിലേക്ക് പൗലോസിനെ നല്ല സെക്യൂരിറ്റി കൊടുത്ത് അയക്കുകയും അവിടുത്തെ ഗവർണറിന്, ഫേലിക്സ് എന്ന ഗവർണറിന് കത്തും കൊടുത്തയക്കുവാൻ ഇടയായി. ദൈവമക്കളെ, ദൈവത്തിന്റെ വിശ്വസ്തത നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാവുന്ന നിലയിലല്ല. നമ്മളെ തകർക്കുവാൻ, പിച്ചി ചീന്തുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, ദേശത്തിൽ നിന്നും തുടച്ചു നീക്കുവാൻ ശത്രു തന്റെ പൂണിയിലെ അവസാന അമ്പും തന്ത്രവും പ്രയോഗിക്കുമ്പോൾ തമ്പുരാൻ ആ ശത്രുവിനെ കൊണ്ട് നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമാണ്. നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി വിശ്വസിക്കണം. പൗലോസിന്റെ 5ാമത്തെ യെരുശലേം യാത്രയോട് ചേർന്ന് നടന്ന ഈ സംഭവത്തിൽ പൗലോസിന് അത്ഭുതകരമായ വിടുതൽ ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിഷമത്തോടെ പ്രാർത്ഥനയുടെ വിടുതലിനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ ആ വിഷയത്തിന്, ആ ഭാരത്തിന് ഞാൻ പ്രസംഗിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഈ കർത്താവ് മതിയായവനാണ്. ആദിമ നൂറ്റാണ്ടിൽ AD 50 കാലഘട്ടങ്ങളിൽ പൗലോസിനെ യെരുശലേമിന്റെ സന്നദ്രീം സംഘത്തിൽ നിന്നും ഉപായ ചതിക്കൂട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത അതേ സഹസ്രാധിപനാൽ വിടിവിക്കുവാൻ മതിയായ ദൈവം 2024 മെയ് മാസം 7-ാം തീയതി രാത്രിയിൽ എന്നെയും നിങ്ങളെയും വിടിവിക്കുവാൻ വിശ്വസ്തനും മതിയായവനുമാണ്. ആ കർത്താവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും കൂടെയിരിക്കട്ടെ. സമയം ആയതിനാൽ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ച വരെ
തമ്പുരാൻ നമ്മെ അതാതിടങ്ങളിൽ സുരക്ഷിതമായി പരിപാലിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കട്ടെ. എല്ലാ നന്മകളും വിജയങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് നമുക്കും നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കും നൽകട്ടെ. ഇന്നത്തെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി സ്വർഗത്തിലെ ദൈവം ഭവിച്ച് ആക്കി തീർക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കൊന്നിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ പൗലോസിനെ കർത്താവ് മാനിച്ചത് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കേറുന്നതിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അതാത് സ്ഥാനങ്ങൾ ഞങ്ങളെ പരിപാലിക്കണം. മെയ് മാസം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനങ്ങളാക്കി കൃപയോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കേട്ട വചനത്തോടും മുൻപോട്ടുള്ള ജീവിതത്തോടും ഇന്ന് മുതൽ എന്നേക്കും കാലാവസാനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. God bless you all.